കിഴങ്ങും പുളിയും മുളകും കട്ടൻ ചായ ആയാലോ? അപ്പോൾ വായോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. തിന്നിട്ട് ടേസ്റ്റ് ഉണ്ടെന്ന് എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്നൊരു ഈവനിങ് വീഡിയോ ആണ് കേട്ടോ ഇടുന്നത്. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും അവരെ പറ്റിക്കാനും വയറ്റിൽ എന്തെങ്കിലുമൊക്കെ ആക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതന്നെ. മോൾക്കും മധുരക്കിഴങ്ങാണ് അവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച് കുറച്ച് കപ്പലണ്ടിയും കൂടെ ഇടാം. ഇത് മോന് പീനട്ട് ബട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വലിയ പ്രൊഫഷണലായിട്ടൊന്നുമല്ല ഉണ്ടാക്കുന്നത് കേട്ടോ, എനിക്കറിയാവുന്ന രീതിയിൽ ഞാനൊന്ന് ഉണ്ടാക്കുന്നത്. എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നുമില്ല, നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുവാണ്. അപ്പോൾ ആ കപ്പലണ്ടി ഒന്ന് വറുത്തൊക്കെ വെച്ചത്. അപ്പോൾ ഞാൻ വെച്ച് ഉള്ളി വെച്ചിട്ട് നമ്മുടെ പുളിയും മുളകും ഒന്ന് ഉണ്ടാക്കി വെച്ചു. അപ്പോൾ അതും സെറ്റായി. കിഴങ്ങ് വറുത്ത് വെച്ചു കേട്ടോ. കപ്പലണ്ടി മൂത്തിട്ടൊന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുക, തണുക്കാൻ വേണ്ടി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി ശർക്കര പാനി വേണേ, കുറച്ച്, അങ്ങനെ വലിയ എമൗണ്ടൊന്നും പറയുന്നില്ല. കപ്പലണ്ടി ആദ്യം ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഈ ശർക്കര പാനി അതിനകത്തോട്ട് ഒഴിച്ച് ഒരു നുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. നമ്മുടെ ഹോം മെയ്ഡ് പീനട്ട് ബട്ടർ. അതുപോലെ ഒന്നുമില്ല, പിന്നെ ഒരു കട്ടനില്ലാതെ എന്താണല്ലേ വൈകിട്ട്. അങ്ങനെ അതെ ഞാനൊരു കട്ടനും ഇട്ടു. അപ്പോഴേക്ക് മോളെത്തി കേട്ടോ. അപ്പോൾ അവൾക്കും കിഴങ്ങും പുളിയും മുളകും കുറച്ച് കപ്പലണ്ടി അതിനകത്ത് ഞാൻ അവിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടല്ലോ, അതും എല്ലാം കൂടെ കൂട്ടി ഒന്ന് തട്ടിക്കൂട്ടി തിന്നുവാണേ. എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ടെ കമൻറ്റ് ഇടണം കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. ടാറ്റാ.